ആൻഫീൽഡിന്റെ കിങ് ആൻഫീൽഡ് വിട്ടിട്ട് എങ്ങോട്ട് പോകാനാ? ആട്ടി വിട്ടാ പോകുമോ? മറ്റേ സുരാജ് പറയുന്ന മാതിരി ഞാൻ പോകൂല അറിയില്ലേ, സുരാജ് ഏതൊരു പടത്തിരുന്ന മാതിരി. മുഹമ്മദ് സല ആൻഫീൽഡ് വിട്ട് എങ്ങോട്ടും പോകുന്നില്ല. ആൻഫീൽഡ് കിങ്, അതുപോലെ ഈജിപ്ഷ്യൻ കിങ്, അങ്ങനെ എന്തെല്ലാം പേരുകളാണ് അദ്ദേഹത്തിനുള്ളത്, ആളുകൾ ചാർത്തി കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ 2027 വരെ മുഹമ്മദ് സല ലിവർപൂളിൽ തന്നെ തുടരും. ആരാധകരൊക്കെ ഒരു മൗനമായിരുന്നു, അല്ലെങ്കിൽ എന്താണ് ക്ലബ്ബ് കോൺട്രാക്ട് റിന്യൂ ചെയ്യാത്തത് എന്നുള്ള ചർച്ചകളിലൊക്കെ ആയിരുന്നു. കാരണം ലിവർപൂളിൽ കഴിഞ്ഞ കുറച്ച് വർഷമായിട്ട് മുഹമ്മദ് സല ഉണ്ടാക്കിയിട്ടുള്ള ഓളം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിലവിലെ ഫോമൊക്കെ എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തെ പുതുക്കാതിരിക്കാൻ, അദ്ദേഹത്തെ ക്ലബ്ബ് നിലനിർത്താതിരിക്കാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. പിന്നെന്താണ് ക്ലബിൻ്റെ ഭാഗത്തു നിന്ന് റെസ്പോൺസൊന്നും ഇല്ലാത്തു എന്നൊക്കെ ഇങ്ങനെ ചർച്ചയായിരുന്നു. അവസാനം ആ ഒരു തീരുമാനം, ആ നല്ലൊരു ബിഗ് ന്യൂസ് നമുക്ക് മുന്നിൽ വന്നെത്തി. അദ്ദേഹം 2027 വരെ ലിവർപൂളിൽ തുടരും. മുഹമ്മദ് സല, സാദിയോ മാനെ, ഫിർമിനോ സഖ്യമായിരുന്നു നമ്മളെ കുറച്ച് മുന്നേ അത്ഭുതപ്പെടുത്തിയിരുന്നത്. അവർ തമ്മിലുണ്ടായിരുന്ന ബന്ധം, കോംബോ, ഗ്രൗണ്ടിൽ നമ്മൾ ഒരുപാട് അവരുടെ മത്സരം ആസ്വദിച്ചതാണ്. ഇപ്പം മുഹമ്മദ് സല, ഇപ്പം ലിവർപൂൾ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിൽ ഓടുന്ന ആദ്യത്തെ പേര് മുഹമ്മദ് സലയായിരിക്കും അല്ലേ? കാരണം അദ്ദേഹം ലിവർപൂളുമായിട്ട് അത്ര അടുത്തൊരു താരമാണ്. കാര്യമായിട്ട് അദ്ദേഹം ഈ ഒരു കോൺട്രാക്ട് പുതുക്കിയ സമയത്ത് അദ്ദേഹം സംസാരിച്ചൊരു കാര്യമാണ്, ഫാൻസിനോട് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ട്രോഫികൾ അവരോടൊപ്പം എനിക്ക് നേടണം എന്നൊക്കെ ഈ ഒരു കരാർ പുതുക്കിയതിന് ശേഷം അദ്ദേഹം സംസാരിച്ചു. 394 ഗെയിമുകളിൽ 243 ഗോളുകളാണ് മുഹമ്മദ് സല ലിവർപൂളിൽ അടിച്ചു കൂട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ 109 അസിസ്റ്റുകളും. അങ്ങനെ വെറുതെ ഒന്നും ലിവർപൂളിന് മുഹമ്മദ് സലയെ വിട്ട് കളയാൻ കഴിയില്ല. ഏതായാലും നമുക്ക് ആ ബിഗ് ന്യൂസ് എത്തിയിട്ടുണ്ട്. ലിവർപൂളിൽ അദ്ദേഹം 2027 വരെ തുടരും. അദ്ദേഹം മാത്രമല്ല, വണ്ടി ചിക്കും 2027 വരെ ലിവർപൂളിൽ തന്നെ തുടരും എന്നുള്ളത്.